ഫ്രണ്ട്സ്, ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസിയായി ചിക്കൻ കുറുമ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് കറുകപ്പട്ട, 4 ഗ്രാമ്പു, ഒരു ചെറിയ തക്കോലം, 2 ഏലക്കായ അത്ര ഒന്നിട്ട് മുരിച്ചെടുക്കാം. കറുകപ്പട്ടയൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അതേ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കുറുമയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് അതങ്ങനെ മാറ്റി വെച്ചത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 10 പച്ചമുളക്, എൻ്റെ കയ്യിലുള്ള മുളകിന് എരിവില്ലാത്തതുകൊണ്ടാണ് 10 പച്ചമുളക് ഇട്ടത്. ഈ കറിക്ക് പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ എരിവനുസരിച്ച് കുറച്ച് കൊടുക്കുക, അത് വേണമെങ്കിൽ കൂട്ടിയും കൊടുക്കാം കേട്ടോ. 2 ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളറായിട്ട് വരയ്ക്കുക, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയുടെയൊക്കെ കളർ ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി നിറച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ ഈ സ്പൂണിലാണ് ഉണ്ടോ, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കണേ. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സവാള ഇട്ടപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ടാ. നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വാടിയും കിട്ടും, പിന്നെ അരപ്പിലേക്കുള്ള ഉപ്പും അതിന് വേണമായിരുന്നു. സ്റ്റവ് ഓഫ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് ആറി വരുമ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മൾ മസാലക്കൂട്ട് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൊണ്ട് ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ പൊടികളൊക്കെ കുറേ വേണ്ട, കുറച്ച് വെള്ളത്തിൽ ഒരു 2 സ്പൂൺ. നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ചിക്കൻ കുറുമ റെഡിയാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നമുക്ക് കഴുകി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളത്തിൽ. കുറച്ച് വെള്ളത്തിൽ നിന്നാൽ കുറുമയ്ക്ക് തേങ്ങാപ്പാലാണ് ആവശ്യം. അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ വെള്ളം കുറേ ആയി പോവില്ലേ, അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ നിന്ന്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കറുകപ്പട്ടയൊക്കെ മുരിച്ച് വെച്ചിട്ടുണ്ടായില്ലേ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ചെറിയ തക്കാളി അടിച്ചെടുത്തതാണ് മിക്സിയിലിട്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ പുളി ഉണ്ടാവും അപ്പോൾ തക്കാളിയുടെ ചെറുതായിട്ട്.
ഇനി പുളി വേണ്ടെന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. തക്കാളി വേണ്ട. തക്കാളി ചേർക്കുമ്പോൾ അതിനൊരു പുളി വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് തക്കാളി ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് ഞാൻ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കണം. ഒരു 400 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ മസാലയിൽ 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. ഇത് 1/2 സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇതൊരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2/2 പാലാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിനിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനൊന്നും മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ മതി തേങ്ങാപ്പാൽ വെന്ത് കിട്ടാനായിട്ട്. പിന്നെ ചിക്കനിലെ വെള്ളവും കൂടി ഇറങ്ങി വരുമല്ലോ, അപ്പോൾ കുറേ വേണ്ട. ചിക്കൻ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കുന്നത്. ഇത്രയും മതി. ഉപ്പ് നോക്കിയിട്ട് പോരങ്ങിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇത് മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. നമ്മുടെ ചിക്കൻ കുറുമയുടെ 2/2 പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കനൊക്കെ നന്നായി വെന്തതേ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അരച്ചെടുത്താണ് നന്നായിട്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് 1/4 പാൽ നോക്കാം എന്തോരം വേണമെന്ന്. ഇതിരിക്കുമ്പോൾ ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ ഒരു ഇത്തിരി പാൽ കൂടുതൽ ഒഴിച്ചു കൊടുത്താലും ഇരുന്ന് വരുമ്പോൾ അത് കട്ടിയായിട്ടുള്ളൂ. അല്പം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടാണ് ഇട്ട് കൊടുത്തേക്കണം. അതുകൊണ്ടാണ് പിന്നെ ചേർക്കേണ്ടി വന്നില്ല. ഇതൊന്ന് തിളയ്ക്കട്ടെ ചെറുതായിട്ട്. നമ്മുടെ ചിക്കൻ കുറുമ ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണിന് മേലായിട്ട് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് ഇതേപോലത്തെ ഒരു ചെറിയ മഞ്ഞ കളറാണ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ മുളക് പൊടിയൊന്നും അധികം ചേർത്തിട്ടില്ലല്ലോ. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ കുറുമക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ചിക്കൻ കുറുമക്കറി റെഡി ആയി കഴിഞ്ഞു. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ആ തക്കാളിയുടെ ചെറിയൊരു പുളിയും അണ്ടിപ്പരിപ്പിൻ്റെ ആ ടേസ്റ്റ് കൂടി വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വെറൈറ്റി ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.